എല്ലാവർക്കും ബയോമെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ആർദ്രമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബയോമെക് 10L ബേസ് മോഡൽ 2.5 കിലോന്റെ മോഡലാണ് ചെയ്യുന്നത്. ഇത് ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലെ നമ്മൾ ഒരുപാട് പ്ലാനുകൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. പോകാം വീഡിയോയിൽ. ഇന്ന് നമ്മൾ വീഡിയോയിൽ പറയുന്നത് എങ്ങനെയാണ് പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സ്റ്റെപ്പുകൾ. നമ്മൾ ഒരുപാട് മുമ്പ് വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് നിരന്തരമായി വരുന്ന വാട്സാപ്പ് മെസ്സേജുകളിൽ കസ്റ്റമറും അല്ലാത്തവരും പറയുന്ന ഒരു കാര്യം ഇതാണ്. അപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതാണ്. അപ്പൊ നിങ്ങൾ വീഡിയോയിൽ കണ്ട പോലെ പ്ലാന്റ് നമ്മൾ നിരപ്പായ ഒരു സ്ഥലത്ത് ഓൾറെഡി കസ്റ്റമർ നിരപ്പായ ഒരു സ്ഥലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ പ്ലാന്റ് ഇറക്ട് ചെയ്തു. ഇറക്ട് ചെയ്തതിന് ശേഷം ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ആദ്യം ചെയ്തത് വെള്ളം നിറയ്ക്കലാണ്. ഈ വെള്ളം ആദ്യം നിറയ്ക്കുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ചാണകം വിടുന്ന സമയത്ത് അത് തെറിക്കാതിരിക്കുകയും അടിഭാഗം കട്ട പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളം ആദ്യം ഒഴിക്കുന്നത്. അപ്പൊ നിങ്ങൾ കണ്ട പോലെ നമ്മൾ കൊണ്ടുവന്ന എല്ലാ ചാണകവും നമ്മൾ ഇതിനകത്തേക്ക് പ്ലാന്റിലേക്ക് ഫീഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പൊ ഈ ചെറിയ മോഡൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 150 കിലോ to 200 കിലോ ചാണകമാണ് വേണ്ടത്. അതിന്റെ കട്ടി അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ക്വാണ്ടിറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഡ്രമ്മുകളിൽ നമ്മൾ ചാണകം കൊണ്ടുവരുന്നത്. അത് ഫ്രഷ് ആയിരിക്കണം നിർബന്ധമാണ്. അതേപോലെ തന്നെ കെമിക്കൽ ഫ്രീയും ആയിരിക്കണം. അതിനുശേഷം ഇപ്പൊ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് മിക്സിംഗ് ആണ്. മിക്സിംഗ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് ഇപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കൈവഴക്കം വന്നിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ ഇൻസ്റ്റലേഷൻ ടീമിലുള്ളത്. അത് നന്നായി കറക്റ്റായിട്ട് അടി മുതൽ മുകൾ വരെ ഇളക്കി മറച്ച് മിക്സ് ചെയ്യണം. ആ മിക്സിങ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ കട്ട പിടിച്ച ചാണകം സ്ലറിയുടെ അവിടെ വന്ന് ബ്ലോക്കായി അത് വലിയൊരു ഒരു മെയിൻ്റനൻസിലേക്ക് മാറുകയും ചെയ്യും. അപ്പം അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കലക്കിയതിന് ശേഷം പ്ലാന്റിലേക്ക് ഫീഡ് ചെയ്യാൻ ശ്രമിക്കുക. അതും ഒരു ഗ്ലൗസ് ഇട്ട് കറക്റ്റായിട്ട് ഉടച്ച് ചാണകം മിക്സ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചാണകം നമ്മൾ കറക്റ്റായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിൽ വരുന്ന ചപ്പ് ചവറുകൾ നമ്മൾ പുറത്തോട്ട് കളയണം. അതും ഇതേപോലെ തന്നെ ബ്ലോക്ക് വരാൻ സാധ്യതയുള്ളൊരു സംഭവമാണ്. അതിനുശേഷം ഞങ്ങൾ കൊണ്ടുവന്ന ഡ്രമ്മുകളൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെയും നമ്മൾ വെള്ളം നിറച്ച് ഫുള്ളാക്കിയതിന് ശേഷം നമ്മൾ വൈറ്റ് കളർ എൽബോ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. അതുവരെ നമ്മൾ ചാണകം നിറയ്ക്കും. ചാണകം നിറച്ചതിന് ശേഷം നമ്മൾ ഡ്രമ്മിടും. ഗ്യാസ് സ്റ്റോറേജ് ഡ്രം ഇട്ടതിന് ശേഷം നമ്മൾ ഗ്യാസ് കണക്ഷൻ കൊടുക്കും. അത് ചിലപ്പോൾ ഒരുപക്ഷെ വീഡിയോയുടെ ഇടയിൽ നിങ്ങൾക്ക് കാണാം. അത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചിലപ്പോൾ ആദ്യം അവസാനമായിട്ടും ചെയ്യും. അതിനുശേഷം നമ്മൾ പ്രഷർ വെയിറ്റ് എടുത്ത് വെക്കും. ഇത്രയാണ് നമ്മുടെ സ്റ്റെപ്പുകൾ. വാട്ടർ ജാക്കറ്റ് ഏറ്റവും അവസാനമാണ് നിറയ്ക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു തന്നെ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും